കോഴിക്കോട് ജില്ലയിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രമുഖമായ ഒരു അനാഥാലയം. സ്ഥാപനത്തിലെ സ്കൂളിലെ അധ്യാപകൻ തങ്ങളെ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നതായി 10-12 വയസ്സുള്ള പെൺകുട്ടികളുടെ പരാതി. സ്ഥാപനത്തിലെ 12 വയസ്സുകാരി അധ്യാപകനെതിരെ എഴുതി നൽകിയ പരാതിയാണിത്. നിസാർ മാഷ് വളരെ വൃത്തികെട്ടവനാണ്. ആ സാർ കുട്ടികളുടെ ദേഹത്തു മാത്രമല്ല മോശം സ്ഥലങ്ങളിൽ തൊടുകയും അവിടെ അമർത്തുകയും ചെയ്യും. എനിക്ക് ആ സാറിനെ തീരെ ഇഷ്ടമല്ല. ഇങ്ങനെ പോകുന്നു പരാതിയിലെ ഭാഗങ്ങൾ. ഇങ്ങനെ 12ഓളം കുട്ടികളാണ് അധ്യാപകനെതിരെ പരാതി എഴുതി നൽകിയത്. 10-15 കുട്ടികൾ എന്റെ മുന്നിൽ നിന്നാണ് കുട്ടികൾ കരയുന്നത്. ശരി. അപ്പൊ എന്റെ മുന്നിൽ നിന്ന് അന്ന് ഞാൻ പോയപ്പോ ഒരു 15 കുട്ടികൾ അതിന്റെ അകത്തുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളോട് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചെവി പൊത്തേ ചെയ്തേ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും കേൾക്കേണ്ട, പരാതി ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, നിങ്ങൾ എന്താക്കണോ, പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ ടീച്ചറെ ഞാനിത് എന്തായാലും പബ്ലിഷ് ചെയ്യുന്നു. ടീച്ചർക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം. ആരോപണങ്ങൾ എന്തെങ്കിലും റെക്കോർഡിക്കലി ആയിട്ട് നിങ്ങൾ താൽക്കാലികമായിട്ട് മാറ്റി പരാതി കൊടുക്കണ്ടേ. അപ്പൊ പറഞ്ഞു അത് ജാഗ്രത എന്തോ കമ്മിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതിലും വലുതാണല്ലോ കുട്ടികളെ മൊഴി, പരാതിയാണല്ലോ. തീർന്നില്ല. അധ്യാപകനെതിരെ കുട്ടികൾ പരാതി എഴുതി നൽകിയ അത് സ്വീകരിച്ച ആ സ്ഥാപനത്തിലെ താൽക്കാലിക ജീവനക്കാരി ഇപ്പോൾ സ്ഥാപനത്തിന്റെ കണ്ണിൽ കുറ്റക്കാരിയാണ്. അവരെ അവിടെ നിന്നും പിരിച്ചുവിട്ടാണ് സ്ഥാപനം പ്രതികാരം തീർത്തത്. എന്റെ അടുത്ത് വന്ന് എനിക്ക് എങ്ങനെ എന്ത് വേണമെങ്കിലും തരാ, വീട് വെച്ചരാ എന്നല്ല ഞാൻ പറഞ്ഞതേ. അല്ലെങ്കിൽ ഒരാളെ സപ്പോർട്ട് തന്നിട്ടോ എനിക്കൊരു സാധനം വേണ്ട, എനിക്ക് വീട് സ്ഥലം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കോളും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇന്റെ കളി പറ്റൂല, നീ അന്യ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു സ്ഥാപനം പൂട്ടിക്കാൻ ഞാൻ അവരോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടിയിട്ടെന്നല്ല ഞാൻ പറഞ്ഞത്. കുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, കുട്ടികളാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടും പോക്സോ നിയമവും എല്ലാമുള്ള നാട്ടിലാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഈ ഗതി. പരാതി ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിയിട്ടുണ്ട്. CWC ഇനി ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടുകളാണ് നിർണായകം. വിനോദ് ബ്രായക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.